ജ്യോതി ചൊല്ലാം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ, സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്നേഹപ്രഭാപൂരം. റെഡി. അതെന്തോരം വലുതാ, എത്രമാത്രം വലുതാണത്! കോടി സൂര്യ സമപ്രഭ. അപ്പൊ ക്ലിയറായിട്ട് തന്നെ. ഇനി നമുക്ക് നമ്മുടെ ഈശ്വര സങ്കല്പം, ആ ഈശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള പ്രാർത്ഥന കൂടി ചെല്ലാം. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും എണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വെണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ ആകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നുമെനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നേണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വെണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃഷിയാണ് പഠിച്ചു തുടങ്ങിയത്. കൃഷി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ പറയുക? അഗ്രികൾച്ചർ. ഇതിൽ അഗ്രി മാറ്റിയാൽ എന്താണെന്നാ പറയുക? കൾച്ചർ. അതെ, കൃഷി ഒരു സംസ്കാരമാണ്, ആഹാര സമ്പാദന ഉപാധിയാണ്, ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ്, അതൊരു പഞ്ചമഹായജ്ഞവുമാണ്. ഇത്ര പഠിച്ചതാണ് അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അത്. അപ്പോൾ അന്ന് ഒരു സാധനം വിട്ടുപോയിട്ടുണ്ടായിരുന്നു.
കൃഷിക്കൊരു ഹോംവർക്കുണ്ട്. ഒരു ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ വീട്ടിൽ 10 ചെടി നടണം. 10 ചെടി. നിങ്ങൾക്ക് വെണ്ടയെങ്കിൽ 10 വെണ്ട, വഴുതനയെങ്കിൽ 10 വഴുതന, വാഴയെങ്കിൽ 10 വാഴ, ചേമ്പെങ്കിൽ 10 ചേമ്പ്. എന്തുവാകാം, ഓരോരുത്തരുടെ ഇഷ്ടം. 10 എണ്ണം നടണം. 10 എണ്ണം എന്ത് നടണോ അത് 10 എണ്ണം നടണം. ആര് കൂടിയാ ഒരു കുഴപ്പമില്ല, കുറയരുത്. 100 വേണേ നട്ടു. ചെയ്തു. ഒരാൾ ചെയ്തതിൻ്റെതാണിത്. ഇതെന്നതാണിത്? ഇതെന്നതാണെന്ന് വല്ല പിടിയുണ്ട്? ഇതൊരു കുക്കുംബറാണ്. കുക്കുംബർ എന്തുപോലെ ഇരിക്കണേ? നല്ലൊരു ചാമ്പക്ക, വെള്ള ചാമ്പക്ക പോലെ ഇരിക്കുന്നു. ഇങ്ങനത്തെ ഉണ്ടാക്കാനല്ല കൃഷി പഠിക്കണേ. ഇങ്ങനത്തെ ഉണ്ടാക്കാനല്ല, നല്ല നീളവും ഭംഗിയുമുള്ള. ഇത് സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഒരു ഇനാണ്. സ്നോ വൈറ്റ് കണ്ടാൽ തിന്നു പോകും, ആ സൈസ് സാധനം. അപ്പോൾ ആ സൈസ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് അതൊക്കെ നമ്മൾ പഠിക്കുക. അതിൻ്റെ ആ തുടക്കമാണ്. പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് ചെയ്തു തുടങ്ങുക. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ക്ലാസ്സിൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച ഒരാൾ ചോദിച്ചേ, ഞങ്ങളിത് പഠിക്കാനല്ലേ വന്നേ, അതിന് മുമ്പ് ചെയ്യണത് എങ്ങനെ? ചെയ്ത് തല്ല് മേടിച്ചാലേ പഠിക്കുള്ളൂ. മനസ്സിലല്ലേ? ഇതൊരു തല്ല് മേടിക്കില്ല. അതല്ലേ? അതായത് ചെയ്ത അനുഭവം അത് ഡോക്യുമെൻ്റ് ചെയ്യണം. നിങ്ങൾ നട്ട തീയതി, നിങ്ങൾ എന്തെല്ലാം മണ്ണിന് കൊടുത്തു, എങ്ങനെയാണ് നട്ടത്, തീയതിയെല്ലാം എഴുതി കുഴിച്ചു വെക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കൃഷിയിലെ പരാജയത്തിൻ്റെ കാരണം ഡോക്യുമെൻറ്റേഷൻ ഇല്ലാഞ്ഞിട്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നില്ല, എഴുതി വെക്കുന്നില്ല. എഴുതി വെച്ചാലല്ലേ ഇത് ചെറുതായി പോയി വലുതാക്കാനുള്ള സാധനം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ മണ്ണിൽ. നമ്മുടെ കൃഷിയിലെ പ്രശ്നം മുഴുവൻ ഇതാണ്. ഒരു കൃഷിക്കാരനെ കൊണ്ട് ഇത് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റില്ല, അവനറിയില്ല. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിലൊരു മാറ്റം വരുത്തി, ഇത് കുറേ വളം ഇട്ടല്ലോ, ആ വളത്തിൻ്റെ കൂടെ കൂടി നമ്മൾ പഠിക്കുന്ന കുറച്ച് വളവും കൂടി ചേർത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ 10 തക്കാളി നട്ടു, 6 എണ്ണം ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. അതിലിടയിൽ 3-4 എണ്ണം ഒരു ദിവസം നോക്കുമ്പോൾ വാടിക്കിടക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണിൻ്റെ pH ഒന്ന് നോക്കണം. അതായത് 6 എണ്ണം ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു, 4 എണ്ണം വാടി നിൽക്കുന്നു. ഈ 6 എണ്ണത്തിലെയും ചുവട്ടിൽ pH ഡിഫറൻസ് നിങ്ങൾക്ക് ബോധ്യമാകും. വാടിയതിൻ്റെ pHും മനസ്സിലാകും. വാടിപ്പോയത് എന്തുകൊണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് കോമ്പൻസേറ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാം, അത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പറയുക. എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്നത് ആ രീതിയിൽ ചെയ്തോളൂ. അല്ലാതെ ഇപ്പോഴേ പഠിച്ചത് ചെയ്യണ്ട. ചെയ്തിട്ട് പഠിച്ചത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നട്ടോളം. കഴിഞ്ഞായിരുന്നു ഒരാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ചെന്നാൽ ഉടനെ തന്നെ മണ്ണ് കൂട്ടി എന്തൊക്കെ അറിയാമോ ആരോടും ചോദിച്ചൊന്നും ചെയ്യണ്ട. ഇപ്പം നിങ്ങൾക്ക് എന്തറിയാം അതുപോലെ ഒരു മണ്ണൊക്കെ ഉണ്ടാക്കി അതിനകത്തോട്ട് വിത്ത് നട്ടോളുക. 10 പോയാലും പൊയ്ക്കോട്ടെ, വീണ്ടും നട്ടോളുക. വീണ്ടും വെറുതെ അതേ മണ്ണിൽ കൊണ്ട് നടരുത്. ആ മണ്ണിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തി, എന്താ തോന്നിയ അതുപോലെ മാറ്റങ്ങൾ വരുത്തുക. പക്ഷെ ആ മാറ്റം വരുത്തിയത് എന്താണെന്ന് കുറിച്ച് വെക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് കർഷകർക്ക് കൊടുക്കാനുള്ള ഒരു പെർഫെക്റ്റ് സോയിൽ കോമ്പിനേഷൻ നമുക്ക് കിട്ടും. നല്ലൊരു സോയിൽ കോമ്പിനേഷൻ. ഇത് ഇന്നത് നട്ടാൽ ഇതിങ്ങനെയായിരുന്നു. അവിടെ ഒരു IT മേഖലയിൽ എഞ്ചിനീയർമാർ അമേരിക്കയിൽ ജോലി ഉണ്ടായിരുന്നു, ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നത്. അവരത് റിസൈൻ ചെയ്തിട്ട് വന്ന് കൃഷി തുടങ്ങി. ആവേശമല്ലേ കൃഷി എന്ന് കേട്ടാൽ? ആവേശമായിട്ട് വന്ന് കൃഷി തുടങ്ങി. തക്കാളി നട്ടു, തക്കാളി മുഴുവൻ വാടിപ്പോയി. എന്നെ വിളിച്ചു, തക്കാളി മുഴുവൻ വാടിപ്പോയി. ഞാൻ പറഞ്ഞു വാടിപ്പോയി, എന്നിപ്പോൾ എന്താ ചെയ്യുക? അതിനൊരു കാര്യം ചെയ്യുക, ആ മണ്ണിൻ്റെ pH അവർക്ക് പിന്നെ കൂടുതൽ വിവരിച്ച് കൊടുക്കണ്ട.
മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാൻ ഇന്നതാണ് സാധനം, ആ pH കറക്റ്റ് ചെയ്തിട്ട് മണ്ണ് മാറ്റി 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 ചെയ്തോളാൻ പറഞ്ഞു. പതുക്കെ 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 ചെയ്ത് 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 ഒരു ചെടിയിൽ 40 തക്കാളി കിടക്കുമ്പോൾ എന്നെ വിളിച്ചു. വാടൊന്നുമില്ല, ഒന്നുമില്ല, ഒരു ചെടിയിൽ 40 തക്കാളി കിടക്കുന്നു. ഭയങ്കര സന്തോഷത്തിലാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ്, 40 തക്കാളിയുണ്ട്. ഞാൻ പറഞ്ഞ് IT-യിലെ എഞ്ചിനീയർമാർ 40 തക്കാളി ഉണ്ടാക്കാനാണ്, 400 തക്കാളി അതേ ഉണ്ടായിക്കണം. അതെയല്ലേ, 400 തക്കാളി അതിൽ ഉണ്ടാക്കണം. അതവർ പഠിച്ച് 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 പഠിച്ചിട്ട് അവർ കോളിഫ്ലവറും കാബേജും ചെയ്തു. 6 കിലോ അവരുണ്ടാക്കിയ മണ്ണ് കിറ്റിനകത്ത് നിറച്ചിട്ട് കോളിഫ്ലവർ ഉണ്ടാക്കി എന്നെ വിളിച്ചു. എനിക്ക് ഒരെണ്ണം തരുകയും ചെയ്തു. ഇന്നേ വരെ ഒരു മനുഷ്യൻ അത്തരത്തിലൊരു കോളിഫ്ലവർ ഉണ്ടാക്കിയിട്ടില്ല. ഇലയുടെ പുറത്ത് ഒരു കുത്ത്, ഒരു സൂചിക്കുത്തിൻ്റെ പാട് പോലും ഇല്ല. യാതൊരുവിധ ജൈവ കീടനാശിനി പോലും അടിച്ചിട്ടില്ല. മണ്ണ് അത്തരത്തിൽ ഉണ്ടാക്കിയാൽ മാത്രം മതി. മണ്ണാണ് പ്രധാനം, മനസ്സിലായില്ലേ? കീടങ്ങളുടെ കുത്തും രോഗവും ചെടിയുടേതല്ല, മണ്ണിൻ്റെ പോരായ്മയാണ്. അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് കറക്റ്റ് ചെയ്യണം, മണ്ണ് ഇതെങ്ങനെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകണം. അതിന് കുറച്ച് അറിവുകളുണ്ട്, ജീവത്തായ കുറേ അറിവുകൾ അറിയണം. അത് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും കൃഷി പഠിക്കുക. കൃഷി പഠിക്കണമെപ്പെടുന്നതല്ല, ജീവത്തായ കുറേ അറിവുകൾ, ജീവത്തായ കുറേ അറിവുകൾ നമ്മൾ പഠിക്കണം. ജീവത്തായ അറിവുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ള അറിവുകൾ നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ജൈവ കൃഷിയുടെ ഡെഫിനിഷൻ അങ്ങോട്ട് കൊടുക്കാം. എന്തിനാണ് ജൈവ കൃഷി എന്നുള്ളത് വ്യക്തമായോ? എന്തിനാണ് ജൈവ കൃഷി? വിധിച്ച ഭക്ഷണത്തിലേക്ക് എത്തിക്കണം. വിധിച്ച ഭക്ഷണത്തിലേക്ക് എത്തിക്കണം എന്തിനാണ്? രോഗമില്ലാതിരുന്നാൽ മതിയോ? നമ്മുടെ 4 ലക്ഷ്യങ്ങളാണ്. 4 ലക്ഷ്യങ്ങൾ അതല്ലേ? ആയുസ്, ആരോഗ്യം, ആനന്ദം, സൗന്ദര്യം. സൗന്ദര്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ 72 വയസ്സുള്ള ഒരു സ്ത്രീ വന്നു. തൃശ്ശൂര് 72 വയസ്സുള്ള ഒരു സ്ത്രീ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെയൊക്കെ പറഞ്ഞു, ആ സ്ത്രീയെ ഒന്ന് നോക്ക്. ഞങ്ങൾ എഴുതി കൊടുത്തു, അവരുടെ വശങ്ങളെല്ലാം എഴുതി കൊടുത്തു. ആ സ്ത്രീയെ നോക്കി പഠിക്കാൻ പറഞ്ഞു. ആ സ്ത്രീയെ നോക്കി പഠിക്കും. എന്താ കാര്യം? 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ത്വക്കാണത്. 72 വയസ്സുള്ള അത്ഭുതമായിട്ട് വരുന്നു അല്ലേ? അത്ഭുതം. 18 വയസ്സുള്ള ഒരു നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയുടെ ത്വക്കിൻ്റെ തിളക്കം 72 വയസ്സുള്ള ആ സ്ത്രീയിൽ ഇവരെ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു അതിൻ്റെ HDL എത്രയാണെന്ന് അറിയാമോ? HDL എത്രയാണെന്ന് എത്ര പറഞ്ഞു ഞങ്ങൾ? 70. 65-നും 70-നും ഇടക്കായിരിക്കും. 65-നും 70-നും ഇടക്കായിരിക്കണം അതിൻ്റെ HDL. അങ്ങനെയാണെങ്കിൽ സൗന്ദര്യം വരും എന്നുള്ളത്. ഭർത്താവ് ഉടനെ പറഞ്ഞു 65ആണ്. അതിൻ്റെ ഒരാഴ്ച മുമ്പ് അവർ ചെക്ക് ചെയ്തു. അതായത് അവരുടെ ത്വക്കിൻ്റെ നിറം നോക്കി നമുക്ക് HDL പറയാൻ പറ്റും. ത്വക്കിൻ്റെ തിളക്കം നോക്കി HDL പറയാം. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ ത്വക്കിൻ്റെ നിറ തിളക്കം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ ഇതിനകത്തേക്ക് വരില്ലേ? ഉറപ്പ് വരില്ലേ? ഉറപ്പായിട്ട് മനുഷ്യർ ഇതെടുക്കും. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, അത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അത്? അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. അഡ്രസ്സ് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അവർ കൊച്ചിലെ മുതൽ എന്താ ഭക്ഷണം കഴിച്ചിരുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണത്തിലെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് ചോദിച്ചാൽ കുറേ കൂടി എളുപ്പമുണ്ട്. നമ്പർ കാണും, ഫയലിലുണ്ടാവും. നമ്പർ എടുത്തിട്ട് ഒന്ന് വിളിച്ച് അവരുടെ ഭക്ഷണക്രമം, നിത്യ ഭക്ഷണക്രമം എന്താണെന്ന് എടുക്കണമെങ്കിൽ എങ്ങനെയാണ് അവരുടെ HDL കൂടിയതെന്ന് നമുക്ക് പിടികിട്ടും. ഇതിൻ്റെ രസം എന്താണെന്നറിയാമോ? അണ്ടിപ്പരിപ്പും ബദാമും വാൽനട്ടും കഴിച്ചിട്ട് HDL കൂടിയ 90 വരെയായ ആൾക്കാർ വരുന്നുണ്ട്.
അവർക്ക് തിളക്കം കിട്ടണില്ല. പാരമ്പര്യമുണ്ട്, പാരമ്പര്യം ഉണ്ടാകും. അത് നമ്മൾ അവരുടെ ഭക്ഷണക്രമം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും, അതിനകത്ത് നിന്നൊരു ക്ലൂ കിട്ടും. എന്നിട്ട് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അവരുടെ വീട്ടിലെ ഭക്ഷണമാണ് നല്ല നല്ല ഇതാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇവർക്ക്. പഠിച്ചോളാൻ പറഞ്ഞതാണ് സാധനം. അവർക്ക് എന്താ രോഗമായിട്ടാണ്, അവർക്ക് ഭർത്താവിന് രോഗമായിട്ടാണ് വന്നത്. അവർക്ക് രോഗമുണ്ട്, അവർക്ക് എൻ്റെ ഞാൻ ഇവര് വേറെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് നമ്മളുടെ അഡ്വാൻറ്റേജ്, അതാണ് നമുക്കത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എടുക്കാം. അപ്പം നമ്മൾ ജീവത്തായ അറിവുകൾ എന്നുള്ളത് പഠിക്കുമ്പോൾ ജീവൻ എന്താണെന്ന് പഠിക്കണം. എന്തിനാണ് ജൈവകൃഷി എന്ന് പറയുന്നത് പഠിക്കണം. ജൈവകൃഷി ഒരു ശാരീരിക ആരോഗ്യ പദ്ധതിയാണ്. ജൈവകൃഷി എന്ന് പറഞ്ഞാൽ ഒരു ശാരീരിക ആരോഗ്യ പദ്ധതിയല്ലേ? അല്ലേ? ശാരീരിക ആരോഗ്യ പദ്ധതി അല്ലേ? ആണ്. ഇനി ശാരീരിക ആരോഗ്യ പദ്ധതി മാത്രമാണ് അവിടെ. അന്നം കറക്റ്റ് ചെയ്താൽ എന്ത് കറക്റ്റാകും? അന്നമയ കോശമാണ് മനോമയ കോശം, അല്ലേ? അപ്പൊ അന്നം കറക്റ്റ് ചെയ്താൽ മനസ്സ് കറക്റ്റായില്ലേ? അപ്പോൾ അതൊരു മാനസിക ആരോഗ്യ പദ്ധതിയല്ലേ? അല്ലേ? ജൈവകൃഷി എന്ന് പറഞ്ഞാൽ ഒരു ശാരീരിക ആരോഗ്യ പദ്ധതിയാണ്, അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യ പദ്ധതിയാണ്. ശരി, മനസ്സ് ശരിയായി, അന്നം ശരിയായി, മനസ്സ് ശരിയായി, അതിനകത്ത് തേജസ്സായി, പിന്നെന്താ? വിജ്ഞാനമയ കോശമായി, തേജോമയ കോശമായി, ആനന്ദമയ കോശമായി. അതായത് ജൈവകൃഷി ശരിയാക്കി ആനന്ദം കിട്ടുമ്പോൾ അതെന്ത് പദ്ധതിയാണ്? അതായത് ആ മനുഷ്യരെ ആനന്ദത്തിൽ കൊണ്ട് എത്തിക്കണം. ആനന്ദം എന്താണ്? ആനന്ദം ആത്മാവാണ്. മനസ്സിലായില്ലേ? ആനന്ദം ആത്മാവാണ്. പഠിച്ചതല്ലേ? പഠിച്ചതാണ്. അപ്പൊ ഇതെന്ത് പദ്ധതിയാണ്? ഒരു ആത്മീയ ആരോഗ്യ പദ്ധതിയാണ് ജൈവകൃഷി. അതായത് ജൈവകൃഷി അറ്റ് ദി സെയിം ടൈം ശാരീരിക ആരോഗ്യ പദ്ധതിയാണ്, മാനസികാരോഗ്യ പദ്ധതിയാണ്, ഒരു ആത്മീയ ആരോഗ്യ പദ്ധതിയാണ്. പിടി കിട്ടിയല്ലോ? അങ്ങനെ ആയാൽ ആ കുടുംബത്തിൻ്റെ ആരോഗ്യം എങ്ങനെ ഇരിക്കും? എല്ലാവരും അതായാൽ അപ്പോൾ ഒരു കുടുംബ ആരോഗ്യ പദ്ധതിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സമൂഹം, ആനന്ദ സമൂഹം പദ്ധതിയായാലോ? ഒരു സാമൂഹ്യ ആരോഗ്യ പദ്ധതിയാണത്. ഇനി ലോകം മുഴുവൻ അങ്ങനെയായാലോ? ഒരു ലോകത്തിൻ്റെ ആരോഗ്യ പദ്ധതിയാണ് ജൈവകൃഷി. അതായത് ലോകം മുഴുവൻ നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? അതായത് ഒരു ആനന്ദ ലോകം, ഒരു പുതിയ ലോകം, ആനന്ദ ലോകം എന്നുള്ളതാണ്. അപ്പൊ ജൈവകൃഷി എന്തിന് എന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഈ ജൈവകൃഷി? ഇപ്പോഴത്തെ പണിയൊക്കെ ചെയ്താൽ പോരെ ചോദിച്ചാൽ മറുപടി ഉണ്ടാവണം. മനസ്സിലല്ലേ? ഇതൊരു ശാരീരിക ആരോഗ്യ പദ്ധതിയാണ്, മാനസികാരോഗ്യ പദ്ധതിയാണ്, ആത്മീയ ആരോഗ്യ പദ്ധതിയാണ്, കുടുംബത്തിൻ്റെ ആരോഗ്യ പദ്ധതിയാണ്, സമൂഹത്തിൻ്റെ ആരോഗ്യ പദ്ധതിയാണ്, ലോകത്തിൻ്റെ ആരോഗ്യ പദ്ധതിയാണ്. അല്ലാതെ വെറുതെ ഒരു ചെറിയ സാധനമല്ല. കാരണം നമ്മുടെ ലക്ഷ്യം അത്രയ്ക്ക് വലുതാണ്. പട്ടിണിയില്ലാത്ത ലോകം, പട്ടാളമില്ലാത്ത ലോകം, അതിരുകളില്ലാത്ത ലോകം, ആനന്ദ ലോകം. ഇതാണ് നമ്മളുടെ ലക്ഷ്യം. അത് കൃഷിയിലൂടെ ഒരുപാട് പേര് ലോകം മുഴുവൻ നന്നാക്കാനായിട്ട് ഒരുപാട് പദ്ധതികൾ ഈ കാലഘട്ടത്തിനുള്ളിൽ ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ ഫലവത്തായിട്ടില്ല എന്ന് നമ്മൾ തന്നെ ഉദാഹരണമല്ലേ? ഒന്നും തന്നെ ഫലവത്തായിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണം? അവര് വ്യക്തമായ ഒരു ടൂൾ എടുക്കാഞ്ഞിട്ടാണ്. മനസ്സിൽ വ്യക്തമായ ഒരു ടൂളല്ല എടുത്തിട്ടുള്ളത്. നമ്മളൊരു ടൂൾ എടുത്തു. കൃഷിയാണ് നമ്മളുടെ ടൂള്. കൃഷിയാണ് നമ്മുടെ ടൂള്. ആ കൃഷിയുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇക്കോളജിയാണ്. അപ്പോൾ നമ്മളുടെ വ്യക്തമായ ഒരു ടൂളുണ്ട്.
അതിൻ്റെ ഒരു സയൻസ് ഉണ്ട്, അതിൻ്റെ ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആത്മീയതയുണ്ട്. ഇത് മൂന്നും ഒത്തുചേർന്നാൽ ആ ആശയം ഒരു കാരണവശാലും പരാജയപ്പെടില്ല, വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പോകും. ഇത് ഒത്തുചേരണം, മൂന്നും ഒത്തുചേരണം. ഇന്ന് നമ്മളുടെ സമൂഹത്തിൻ്റെ അവസ്ഥ ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യം തകർച്ചയിലാണ്, മാനസിക ആരോഗ്യം തകർച്ചയിലാണ്, ആത്മീയ ആരോഗ്യം തകർച്ചയിലാണ്, കുടുംബത്തിൻ്റെ ആരോഗ്യം തകർച്ചയിലാണ്, സമൂഹത്തിൻ്റെ ആരോഗ്യം തകർച്ചയിലാണ്, കാലാവസ്ഥയുടെ ആരോഗ്യവും തകർച്ചയിലാണ്. ഇതിനെ അതിജീവിക്കാൻ ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ, ശരിയായ ഒരു ജൈവ കൃഷിയാണ്. ഒരുപാട് ജൈവ കൃഷി പഠിക്കും, ഒരുപാട് ജൈവ കൃഷി ഇവിടെ ഉണ്ട്. ശരിയായ ഒരു ജൈവ കൃഷിക്ക് മാത്രമേ കഴിയൂ. അപ്പം എന്തിനാണ് ജൈവ കൃഷി എന്നുള്ളത് പഠിച്ചല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ജൈവ കൃഷി, ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യാതെ നമ്മൾ പോകരുത്. എന്താണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? പൊതുവെ ഉള്ള ധാരണ അതാണ്. അതായത് രാസവളമോ കീടനാശിനിയോ കളനാശിനിയോ ഒന്നും തളിക്കാതെ ചാരവും ചാണകവും പച്ചലയും ഇട്ടുള്ള കൃഷിയാണ് ജൈവ കൃഷി എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ നമ്മൾ പഠിക്കുന്ന ജൈവ കൃഷി അതല്ല. ജീവനെ ആധാരമാക്കിയ കൃഷിയാണ് ജൈവ കൃഷി. ജീവനെ ആധാരമാക്കിയ കൃഷിയാണ് ജൈവ കൃഷി എന്നാണ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിനെ എതിർത്തുകൊണ്ട് പലരും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആൾക്കാരൊക്കെ ശാസ്ത്രഗതിയിൽ ലേഖനം എഴുതിയിരുന്നു. ജൈവ കൃഷി ഡിഫൈൻ ചെയ്തിട്ടില്ല. ആരാ പറഞ്ഞ നിങ്ങളുടെ കൃഷി? ആരാ പറഞ്ഞ ഡിഫൈൻ ചെയ്തിട്ടില്ലെന്ന്? ജൈവ കൃഷി 92-93 തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജീവനെ ആധാരമാക്കിയ കൃഷിയാണ് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ജീവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ജൈവ കൃഷി. ഇപ്പം ഡെഫിനിഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഡെഫിനിഷൻ ഉണ്ട്. മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേർന്നിട്ടാണ്? മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നിട്ട്? മനുഷ്യ ശരീരവും ജീവനും കൂടി ചേർന്നതാണ് മനുഷ്യജീവി. മനുഷ്യ ശരീരത്തെപ്പറ്റി കുറേ അറിവുകൾ നമ്മുടെ കയ്യിലുണ്ട്, കുറേ അറിവുകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അതും പൂർണ്ണമായിരിക്കുമോ? എന്താ കാര്യം? പൂർണ്ണമല്ല എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. എന്താ കാര്യം? ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വം താനീ ശരീരം. പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ് നമ്മളുടെ ശരീരം. ആ ശരീരത്തിലെ ഓരോ കോശവും ശരീരത്തിൻ്റെ ഒരു ചെറു പതിപ്പായിരിക്കെ ഒരു കോശം എന്ന് പറയുന്നത് വിശ്വത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു പതിപ്പായിരിക്കെ. ഇത് പഠിച്ചാൽ തീരുന്ന സാധനമാണ്. പഠിച്ചാലും തീരില്ല. അപ്പം നമ്മൾ ശരീരത്തെപ്പറ്റി കുറേ അറിവുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ആ അറിവ്? കടുകോളം. കാരണം പ്രപഞ്ചത്തെപ്പറ്റി പ്രകൃതിയെപ്പറ്റി നാം നാളിതുവരെ അറിഞ്ഞിട്ടുള്ളത് കടുകോളമാണ്. നമ്മുടെ ശരീരത്തെപ്പറ്റി നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന അറിവുകൾ വെറും കടുകോളം മാത്രം. അപ്പം പിന്നെ അറിവ് കുറേ നേടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജീവനും കൂടി ചേർന്നിട്ടാണ് മനുഷ്യജീവി. നമ്മൾ ആശുപത്രി കൊണ്ടുപോകേണ്ടത് ആരെയാണ്? മനുഷ്യ ശരീരത്തെയാണോ മനുഷ്യജീവിയെയാണോ? മനുഷ്യ ശരീരത്തെ കൊണ്ട് ആശുപത്രി ചെന്നാൽ അവരെന്ത് ചെയ്യും? പിടിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഇങ്ങോട്ട് തരും. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഇങ്ങോട്ട് തരത്തേ ഉള്ളൂ. മനുഷ്യ ജീവിയെയാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ജീവനെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. ആധുനിക ചികിത്സാ ശാസ്ത്രത്തിന് ജീവൻ എന്ന പ്രതിഭാസത്തെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. ശരീരത്തെപ്പറ്റി കുറേ അറിവ് ഉണ്ടായി. ആ ശരീരത്തെപ്പറ്റി അവർ നേടിയെടുത്ത അറിവ് എന്ത് ശരീരത്തെപ്പറ്റി പഠിച്ചിട്ടാണ്? MBBS പഠിക്കണ എന്തിനാണ്? ശവശരീരത്തെപ്പറ്റി പഠിച്ചിട്ടാ. ശവശരീരത്തെ എടുത്തിട്ടാണ് അവർ പഠിക്കണേ. അതാണോ പഠിക്കണ്ടേ? ജീവനുള്ളൊരു ജീവിയെ പറ്റി പഠിക്കണ്ടേ? എന്നല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല.
കാരണം നമ്മൾ കൃഷിയിലൂടെയാണ് ജീവനെ പറ്റി പഠിക്കാൻ പോകുന്നത്. അതായത് ആദ്യം നമ്മൾ പഠിക്കുന്നത് മണ്ണിൻ്റെ ജീവൻ എന്താണെന്ന് പഠിക്കും. മണ്ണിൻ്റെ ജീവൻ എന്താണെന്ന് പഠിച്ചാലാണ് മനുഷ്യൻ്റെ ജീവൻ എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുക. അപ്പം ജീവൻ എന്ന പ്രതിഭാസത്തെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കുറേ നിങ്ങൾ പഠിച്ചതാണ്. കുറേ കിങ്ഡത്തെ പറ്റി പഠിച്ചായിരുന്നു. നോട്ട് മറിച്ച് നോക്കരുത്, നോട്ട് മറിച്ച് നോക്കാതെ പറഞ്ഞോണം. കുറെ ആർക്കൊക്കെ അത് ഓർമ്മയുണ്ടെന്നുള്ളത് അറിയാം. കുറെ കിങ്ഡത്തെ പറ്റി പഠിച്ചായിരുന്നു. എന്താണ്? അനിമൽ കിങ്ഡം പഠിച്ചു, പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം പഠിച്ചു. എന്ന് പറഞ്ഞാൽ അനിമൽസ് മുഴുവൻ, മൃഗങ്ങളും മനുഷ്യനും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ജീവി സമൂഹത്തെ അനിമൽ കിങ്ഡം എന്ന് പഠിച്ചു. സസ്യ സമൂഹത്തെ, സസ്യ കുടുംബത്തെ നമ്മൾ പ്ലാന്റ് കിങ്ഡം എന്ന് പഠിച്ചു. പിന്നീട് ഒരെണ്ണം പഠിച്ചായിരുന്നു, എനർജി കിങ്ഡം. പഠിക്കുന്നതിന് മുമ്പ് ഒരെണ്ണം പഠിച്ചു, മിനറൽ കിങ്ഡംസ്. അത് പഠിച്ചില്ലേ? മണ്ണും വെള്ളവും എല്ലാം കൂടി പഠിച്ചു ചേർന്നിട്ടുള്ള മിനറൽ കിങ്ഡം. അത് കഴിഞ്ഞ് പഠിച്ചതാണ് എനർജി കിങ്ഡം എന്നുള്ള പഠിച്ചതാണ്. അത് കഴിഞ്ഞുള്ളൊരു കിങ്ഡം പഠിച്ചായിരുന്നു, ഇമോഷണൽ കിങ്ഡം എന്ന് പഠിച്ചു. പിന്നെ ഒരെണ്ണം കൂടി പഠിച്ചായിരുന്നു, വൈറ്റൽ കിങ്ഡം. മറിച്ച് നോക്കി, അത് അവിടെ ഇരുന്നിട്ട് മറിച്ച് നേരെ വയറ് മറിച്ച് നോക്കാതെ പറയില്ല, നോട്ടൊന്ന് മറിച്ച് നോക്കി. വൈറ്റൽ കിങ്ഡം. ഇതില് അനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, മിനറൽ കിങ്ഡം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളാണ്. ബാക്കിയുള്ളതോ എനർജി കിങ്ഡം, ഇമോഷണൽ കിങ്ഡം, വൈറ്റൽ കിങ്ഡം എന്ന് പറയുന്നത് ചൈതന്യങ്ങളാണ്, എനർജികളാണ്. അപ്പൊ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതില്ലേ, എനർജി കിങ്ഡം അധികം ഇമോഷണൽ കിങ്ഡം അധികം വൈറ്റൽ കിങ്ഡം സമം ജീവൻ. എന്തിനായിരുന്നു അത് പഠിച്ചതെന്ന് അറിയാമായിരുന്നു? അന്ന് എന്തിനാ പഠിച്ചതെന്ന്? ഇതിനു വേണ്ടിയിട്ട്. എനർജി കിങ്ഡം പ്ലസ് ഇമോഷണൽ കിങ്ഡം, എനർജി കിങ്ഡം അധികം ഇമോഷണൽ കിങ്ഡം അധികം വൈറ്റൽ കിങ്ഡം സമം ജീവൻ. ഇതാണ് ജീവൻ എന്ന് പറയുന്ന സാധനം. ഇനി എളുപ്പമല്ലേ? ജീവനെ പറ്റി പഠിക്കാൻ എളുപ്പമല്ലേ? ജീവൻ എന്താണ്? ജീവൻ എന്നുള്ളതാണ് പഠിച്ചത്. എനർജി കിങ്ഡം പ്ലസ് ഇമോഷണൽ കിങ്ഡം പ്ലസ് വൈറ്റൽ കിങ്ഡം. മറ്റത് ഭൗതിക ശരീരമാണ്. അതിന് ജീവനില്ലാത്തതാണ്. മനസ്സിലായി? ജീവനില്ല എന്ന് വിചാരിക്കുന്നത്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ജീവനുള്ള വസ്തുക്കൾ ആകണത്. ഇതാണ് നമ്മൾ ആ ജീവനെ പറ്റി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം. ഇനി എനർജി കിങ്ഡം എന്ന് പറഞ്ഞാൽ എത്ര എനർജികളുണ്ട് അതിനകത്ത്? 6 എണ്ണമുണ്ട്. ഏതൊക്കെയാ അത്? ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇരട്ടകളാണ്. പഠിച്ചതല്ലേ? ഇരട്ടകളാണ്. എന്താ ഇരട്ടകൾ എന്ന് പറയാൻ കാര്യം? ഹീറ്റ് ഉള്ളിടത്ത് ലൈറ്റ് ഉണ്ടാകും, ലൈറ്റ് ഉള്ളിടത്ത് ഹീറ്റും ഉണ്ടാകും. അപ്പോൾ ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി 2 എണ്ണം എനർജി കിങ്ഡത്തിൽ. അടുത്തതോ ഇലക്ട്രിക്കൽ എനർജി, മാഗ്നറ്റിക്കൽ എനർജി. അതും ഇരട്ടകളാണ്. എന്താ കാര്യം? ഇലക്ട്രിസിറ്റി ഉള്ളിടത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, മാഗ്നറ്റ് ഉള്ളിടത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാകും. അതെന്താ ഉണ്ടാക്കണേ? അത് രണ്ടും ചേർന്നാൽ എന്തായി? അല്ല, അത് അടുത്ത എനർജിയുടെ കാര്യമാണ്. ഈ 2 എണ്ണം ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും കൂടി ചേർന്നാൽ എന്തായി? ലൈറ്റ് എനർജി പറഞ്ഞു. ഞാൻ വലിയ ചൂരിൽ എടുക്കുന്നു. എന്ത് പറഞ്ഞു? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ അസോസിയേഷൻ വിത്ത് ദി ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഫീൽഡ് ഓഫ് ദി എർത്ത് ആൻഡ് ദി യൂണിവേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്.
മനസ്സിലായില്ലേ? അപ്പോൾ ജീവന്റെ ഒരു ഭാവം എന്ന് പറയുന്നത് മൈൻഡാണ്. ഒരു ഭാഗം, ജീവന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് മൈൻഡാണ്. ആ മൈൻഡ് ഉണ്ടാക്കിയ എനർജികൾ ഏതാണ്? ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക്കൽ എനർജിയും കൂടി ചേർന്നിട്ടാണ്. ഹീറ്റും ലൈറ്റും ചൂട് ജീവന്റെ ഒരു ഭാഗമാണ്. ജീവനില്ലാത്ത ശവശരീരത്തെ തൊട്ട് നോക്കിയാൽ ചൂടുണ്ടാവുമോ? ഇല്ല. അപ്പൊ ശരീരത്തിനകത്ത് ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും ഉണ്ട്. അതെവിടുന്നാ വരിക? ചൂടും വെളിച്ചവും എവിടുന്നാ വരിക? സൂര്യനിൽ നിന്നാണ്. അതായത് പഞ്ചഭൂതങ്ങളിലെ അഗ്നിയാണത്. അഗ്നി സൂര്യനിൽ നിന്നാണ് വന്നത്. ആ ചൂടും വെളിച്ചവും നമ്മളിൽ വന്ന് കയറിയത് സൂര്യനിൽ നിന്നാണ് വന്നത്. അപ്പൊ ജീവൻ വരുന്നത് എവിടുന്നായിരിക്കും? സൂര്യനിൽ നിന്നാണ് വരിക. ഇനി ബാക്കി രണ്ട് എനർജി കൂടിയുണ്ട്. ഇതൊക്കെയാണ് അറ്റോമിക് എനർജിയും വേവ് എനർജിയും. അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു അറ്റോമിക് പവർ സ്റ്റേഷൻ ഉണ്ട്. ഏതാണത്? അറ്റോമിക് പവർ സ്റ്റേഷൻ ഉദരം, ആമാശയം നമ്മുടെ ശരീരത്തിനുള്ളിലെ അറ്റോമിക് പവർ സ്റ്റേഷനാണ്. സൂര്യൻ്റെ അറ്റോമിക് പവർ സ്റ്റേഷൻ, അറ്റോമിക് എക്സ്പ്ലോഷനാണ് സൂര്യനിൽ നടന്നിട്ടിരിക്കുന്നത് അനുനിമിഷം. നമ്മുടെ വയറിനുള്ളിലും അറ്റോമിക് എക്സ്പ്ലോഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ദഹിപ്പിച്ച് അതിൽ നിന്നും എനർജി സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? വേവ്സ്, വേവ് എനർജി, ചലിക്കാൻ വേണ്ടി. ചലിക്കാൻ, നമ്മുടെ ചലനം. ഭക്ഷണം കഴിക്കാതിരുന്ന എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതിനകത്തേക്ക് ഇടേണ്ട ഫ്യൂവൽ ഇട്ട് കൊടുക്കണം. ഒരു അറ്റോമിക് പവർ സ്റ്റേഷനിലേക്ക് വേണ്ട ഫ്യൂവലുകൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്താൽ അത് എക്സ്പ്ലോസ് ചെയ്ത് എനർജി ക്രിയേറ്റ് ചെയ്തിട്ട് ഇരിക്കും. അതൊരു അറ്റോമിക് എനർജിയാണ്. ആ അറ്റോമിക് എനർജിയും വേവ് എനർജിയും നിങ്ങൾ എവിടെയാണ് പോകണമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് പടികിട്ടും. അതായത് ഒരു അറ്റോമിക് എനർജിയും വേവ് എനർജിയും നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്ന ഫ്യൂവല് ശരിയായതല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മൾ നല്ലോണം ചലിക്കുമോ? നമ്മുടെ ചലനം അവതാളമായിരിക്കും, താളം തെറ്റിയതായിരിക്കും. താളം തെറ്റിയാൽ എന്താണത്? രോഗമാണ്. അതായത് ആന്തരിക പ്രകൃതിയുടെയും ബാഹ്യപ്രകൃതിയുടെയും തമ്മിലുള്ള താളം തെറ്റിയാൽ അത് രോഗമാണ്. അപ്പൊ താളത്തിലാക്കാൻ എന്താ ചെയ്യണ്ടേ? ആ ഫ്യൂവല് ശരിയാകണം. മനസ്സിലായില്ലേ? അകത്തേക്ക് ഇടുന്ന ഫ്യൂവല് ശരിയാകണം. പിടികിട്ടിയല്ലോ? അതുകൊണ്ടാണ് നമ്മുടെ താളം ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിയുടെ താളം വീണ്ടെടുക്കണം എന്ന് പറയാൻ കാര്യം. കൃഷിയുടെ താളം വീണ്ടെടുത്താലേ ജീവിത താളം വീണ്ടെടുക്കാൻ പറ്റൂ. ജീവിത താളം വീണ്ടെടുത്താലേ നമ്മുടെ ശരീരത്തിൻ്റെ താളം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. ഏത് പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിലും കൃഷി കറക്റ്റ് അതിൻ്റെ താളത്തിലാക്കണം. അതായത് കാലാവസ്ഥയുടെ താളം, ആ താളം മനസ്സിലാക്കി ആ വിള കൃഷി ചെയ്ത് വിടേണ്ടാതെ ഇടണം. ഇന്ന് വരെ നമ്മൾ നമ്മുടെ ആമാശയത്തിലേക്ക് ഇട്ടുകൊടുത്തിരുന്ന ഫ്യൂവൽ എന്തിനെ നിറക്കാനാണ്? വയറ് നിറക്കാനാണ്. നമ്മൾ പഠിക്കുന്ന കൃഷിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം, ഭക്ഷണം എന്തിനുള്ള ഫ്യൂവലായിരിക്കണം? ബ്രെയിൻ ഫുഡായിരിക്കും. ബ്രെയിൻ ഫുഡ്. ആമാശയത്തിൻ്റെ ഫുഡ് അല്ല ഇനി വേണ്ടേ. ഇനി വേണ്ടത് തലച്ചോറിന് എന്താണ് ഭക്ഷണമെന്ന് മനസ്സിലാക്കി അത് കൃഷി ചെയ്ത് അത് ആമാശയത്തിലേക്ക് ഫ്യൂവലാക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഇത് എനർജി, അതായത് വേവ് എനർജി, അറ്റോമിക് എനർജിയും വേവ് എനർജിയും കറക്റ്റായിരിക്കും. അങ്ങനെ കറക്റ്റായാൽ നമ്മൾ എങ്ങനെയായിരിക്കും ചലിക്കുക? എങ്ങനെയായിരിക്കും ചലിക്കുക? ചലിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒന്നായിട്ട് ചലിക്കും. എങ്ങനെയാണ് ചലിക്കുക? അതായത് നിങ്ങൾ ഫ്യൂവൽ ഇട്ട് കൊടുക്കുന്നത് കറക്റ്റായാൽ, ബ്രെയിനുള്ള ഫുഡായാൽ കറക്റ്റ്
കറക്റ്റ് ഫുഡായി കഴിഞ്ഞാൽ നിങ്ങൾ പിടികിട്ടി. അതായത് നമ്മൾ വായുപുത്രന്മാരാണ്. എവല്യൂഷൻ ജലത്തിൽ നിന്നും വായുവിലേക്കാണ്. നമ്മൾ യഥാർത്ഥ വായുപുത്രന്മാരാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് ഇടുന്ന ഫ്യൂവല് കറക്റ്റ് ആകണം. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം ഏത് വെള്ളമാണ്? പച്ചവെള്ളമാണ് കുടിക്കുന്നത്. ഏതാ നമ്മുടെ വിധിച്ച വെള്ളം? ഫ്രൂട്ട്സിൽ എത്തിപ്പെട്ട ജീവന്റെ തലം ഉയർത്തപ്പെട്ട വെള്ളം. വെള്ളം എന്ന് പറഞ്ഞാൽ അതിന്റെ കെമിസ്ട്രി എന്താ? H2O. എല്ലാവർക്കും അറിയാം. ഒരു ഫ്രൂട്ട്സിനുള്ളിലെ ഒരു വെള്ളം ഇല്ലേ, അതിന്റെ വെള്ളത്തിന്റെ കെമിസ്ട്രി ഏതാ? H2O തന്നെയല്ലേ? H2O തന്നെയല്ലേ? H2O തന്നെയാണ്. അതിൽ H2 എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജനാണ്. അപ്പോൾ ഫ്രൂട്ട്സിനകത്തെ വെള്ളം കുടിച്ച് അതിനകത്ത് നമ്മുടെ ആറ്റോമിക് പവർ സ്റ്റേഷനിൽ അവിടെ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഹൈഡ്രജൻ ഉപയോഗിച്ചാൽ നമ്മൾ എങ്ങനെ ചലിക്കും? ആകാശത്തൂടി ചലിക്കും. ആകാശത്തൂടി പറന്ന് നടക്കണോ? പറന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ശരിയാക്കിക്കൊള്ളണം. കൃഷി ശരിയാക്കി കറക്റ്റ് ഫുഡ് നമ്മൾ അകത്തേക്ക് വിടണം. അപ്പം ഈ 6 എനർജികൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളതല്ലേ, അത് ജീവന്റെ ഒരു പാർട്ടാണ്. ഇത് 6ഉം കൂടി ചേർന്നാൽ എന്താണ്? ശബ്ദം, സൗണ്ട് എനർജിയാണ്. അത് 6ഉം കൂടി ചേർന്നാൽ സൗണ്ട് എനർജിയാണ്. അപ്പം നമുക്ക് എത്ര എനർജികളുണ്ട്? 7 എനർജികൾ. 7 എനർജികൾ. അതായത് ജീവന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് 7 എനർജികൾ ചേർന്നിട്ടാണ്. 7 എനർജികൾ. 7 എനർജികൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവനുള്ളത്. 7 എനർജികൾ. ഈ 7 എനർജികൾ ചേർന്നാൽ ജീവനായി. ഈ 7ഉം കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ജീവൻ എന്ന് പറയുക. ഇനി ഈ ജീവന്റെ ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിക്കുക. ഇമോഷണൽ കിങ്ഡം. ഇമോഷണൽ കിങ്ഡത്തിൽ ഏതൊക്കെ ഇമോഷൻസ് പഠിച്ചു? അത് ആരുടെ ഇമോഷനാണ്? കാമം, ക്രോധം, മോഹം, പക, വിദ്വേഷം, വെറുപ്പ്, ഭയം, നിരാശ, അഹങ്കാരം, കുശുമ്പ്, കുന്നായ്മ. ഇതെല്ലാം കൂടി ആരുടേതാണ്? മനസ്സിൻ്റെതാണ്. ഇനി വേറെ ഒരു ഇമോഷൻ പഠിച്ചു. അതായത് ആ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ സാധനമാണ് ഇത്. ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ സാധനമാണ്. അതാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതായത് ഇതൊരു ചൈതന്യമാണ്, എനർജിയാണ്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചൈതന്യമാണ്, എനർജിയാണ്. എനർജിയുടെ വേറൊരു ഫോമാണ്. എനർജി ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അതായത് മനസ്സ് ക്രിയേറ്റ് ചെയ്ത സാധനമാണ് കാമം, ക്രോധം, മോഹം, പക, വിദ്വേഷം, വെറുപ്പ്. ആ മനസ്സിൻ്റെ കോർ എന്താ? ബുദ്ധിയാണ്. ബുദ്ധി. ബ്രെയിൻ അതിൻ്റെ ഫിസിക്കൽ ഫോമാണ്. മനസ്സിലായി? ബ്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫിസിക്കൽ, ഭൗതിക, തൊട്ട് നോക്കാൻ പറ്റുന്ന സാധനമാണ്. ബ്രെയിനകത്ത് നടക്കുന്ന ചൈതന്യത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ പറയുക. മനസ്സിൻ്റെ കോറ് ബുദ്ധിയാണ്. ബുദ്ധി. ആ ബുദ്ധിയുടെ വികാരം ഏതാണ്? സ്നേഹവും കരുണയുമാണ്. നമ്മൾ എന്താണ് ഈശ്വരനെ പറ്റി സങ്കല്പിച്ചത്? സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ ആരാണ്? കരുണയാണ്. അപ്പൊ നമ്മൾ ആരാണ്? അതാണ് തത്വമസി എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലായില്ലേ നമ്മൾ ആരാണെന്ന്? നീ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞതിന്റെ കാരണം അത്. നീ ഈശ്വരൻ തന്നെയാണ്. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് സ്നേഹവും കരുണയുമാണ്. അപ്പോൾ എനർജി കിങ്ഡം പിടികിട്ടിയില്ലേ? എനർജി കിങ്ഡം. ഈ എനർജി കിങ്ഡം ഉണ്ടാക്കിയത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. ഈ എനർജി കിങ്ഡം എല്ലാം കൂടി ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരം, അതായത് ഭൗതിക ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. ഈ സൂക്ഷ്മ ശരീരം ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് നമ്മുടെ സൂക്ഷ്മ ശരീരവും ഭൗതിക ശരീരവും കൂടി ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഇടത്തിൻ്റെ പേരാണ്, അത് ബുദ്ധി ഇരിക്കുന്ന സ്ഥലമാണ്.
ആകാശം. ആകാശത്തിലല്ലേ ഇരിക്കണേ? ആകാശത്തിലാണ് ഇരിക്കുന്നത്. ആ ആകാശം ഏതിനോട് ഇഴചേർന്ന് നിൽക്കുന്നു? ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു. ആത്മാവിന്റെ വികാരം എന്താണ്? ആനന്ദം. അതാണ് വൈറ്റൽ കിങ്ഡം. മനസ്സിലായില്ലേ? വൈറ്റൽ കിങ്ഡം എപ്പോഴും എല്ലായിടത്തും ഒരുപോലെയുണ്ട്. ആനന്ദം അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. നമുക്ക് അനുഭവിക്കാൻ പറ്റണില്ലെന്ന് മാത്രം. നിറഞ്ഞു നിൽക്കുന്നു, അകവും പുറവും തിങ്ങി നിൽക്കുന്നത് ആനന്ദമാണ്. അത് ആകാശമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് ആത്മാവിൻ്റെ വികാരമാണ്. വൈറ്റൽ കിങ്ഡം എന്ന പേരിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് ഒന്നേ ഉള്ളത് ആനന്ദമാണ്. അതുകൊണ്ടാണ് ആനന്ദം ആത്മാവാണ്, ആത്മാവ് ആനന്ദമാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പം നമുക്ക് ഇരിക്കാനുള്ള ഒരു ഇടം വേണം, അതിനകത്ത് എനർജി കിങ്ഡവും വേണം, അതിനകത്ത് ഇമോഷണൽ കിങ്ഡവും വേണം. ക്ലിയർ ആയോ? ക്ലിയറായി. നേരത്തെ പഠിച്ചതൊന്നും വീട്ടിൽ പോയിരുന്ന് തുറന്നു പോലും നോക്കിയിട്ടില്ല. ഒന്നും വായിച്ചിരുന്നെങ്കിൽ പിടികിട്ടുമായിരുന്നു. ഇത് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ഇത് വരും. അന്നേരം അറിയാൻ പാടില്ല, നോട്ട് മറിച്ച് നോക്കേണ്ടി വരരുത്. പിടികിട്ടിയല്ലോ, സാധനം പിടികിട്ടിയില്ലേ? അപ്പം ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിടികിട്ടിയില്ല. ജീവൻ എന്ന് പറഞ്ഞാൽ എനർജി കിങ്ഡം പ്ലസ് ഇമോഷണൽ കിങ്ഡം പ്ലസ് വൈറ്റൽ കിങ്ഡം. അതാണ് ജീവൻ. ഇനി നമുക്ക് എളുപ്പമല്ലേ ഈ ജീവനെ കൈകാര്യം ചെയ്യാനായിട്ട്? വളരെ എളുപ്പമാണ്. ആ ജീവൻ എന്താണ് എന്നുള്ളത് നമുക്ക് പിടികിട്ടി. ഇനി അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ, ജീവൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അതായത് ജീവൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും പഠിക്കാൻ പോവുക. ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞു, അനാട്ടമിയും ഫിസിയോളജിയും. MBBS പഠിക്കണം, അനാട്ടമിയും ഫിസിയോളജിയും പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. പഠിച്ചാലും തീരില്ല, മനസ്സിലാകത്തുമില്ല. നമ്മൾ പഠിക്കണം, ഇത് മനസ്സിലാകാനുണ്ടോ? മനസ്സിലാക്കി വേണം പോകാൻ. ജീവൻ്റെ സ്ട്രക്ചർ. ജീവന് ഒരു സ്ട്രക്ചറുണ്ട്. ജീവന്റെ സ്ട്രക്ചർ ഏതാണ് എന്നാണ് നോക്കാം. ഒരു ചോക്ക്, വെള്ളച്ചോക്ക് കിട്ടിയാൽ മതി. ജീവന്റെ സ്ട്രക്ചർ, അതായത് ജീവൻ ഒരു ഘടനയുണ്ട്. എങ്ങനെയാണ് ആ ഘടന എന്നാണ് നമ്മൾ നോക്കാൻ പോവുക. നമ്മളുടെ ശരീരത്തിന് ജീവനുണ്ട്, അല്ലേ? ജീവനുണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മളുടെ ശരീരത്തിനുള്ളിലെ രക്തക്കുഴലുകളിൽ ഒരു ജീവി, കോടിക്കണക്കിന് ജീവികളായിട്ട് ഓടി നടക്കുന്നുണ്ട് ശരീരം മുഴുവൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചുവന്ന രക്താണുക്കൾ, കോടാനുകോടി ചുവന്ന രക്താണുക്കൾ ഒരു കുഴലിലൂടെ തലച്ചോറിലും കൈവിരലിൻ്റെ അറ്റത്തും ഹൃദയത്തിലും എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ടില്ലേ, സുഖമായിട്ട്. അവരൊരു ലോകത്താണ്, വേറെ ഒരു ലോകത്തിലാണ്. അവരുടെ ഇടം നമ്മുടെ ഉള്ളിലാണ്, അല്ലല്ലേ? ആ ചുവന്ന രക്താണുക്കൾക്ക് അറിയാമായിരിക്കുമോ അതൊരു ജീവിയുടെ ഉള്ളിലാണ്? അറിയാമായിരിക്കുമോ? ഇല്ല, അവരറിയണില്ല. അവരൊരു ലോകത്താണ്, അല്ലേ? അവരൊരു പ്രത്യേക ലോകത്ത് ജീവിക്കുകയാണ്. അവർക്കറിയില്ല ഇത് ഏതോ ഒരു ജീവിയുടെ ഉള്ളിലാണ് എന്ന്. അവർക്ക് അറിയാനുള്ള ഒരു സാധ്യതയില്ല. അവരുടെ ഉള്ളിൽ, ആ ചുവന്ന രക്താണുക്കളുടെ ഉള്ളിലും ഇതുപോലെ ഒരു സാധനം കാണില്ലേ? കാണും. അവർക്കും അറിയാൻ പറ്റില്ല ഇതെന്നതാണ് സാധനം, ഒന്നും പിടികിട്ടില്ല. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക്, ഈ രക്തത്തിലേക്ക് ഏതെങ്കിലും ഒരു രോഗാണു കയറിയാൽ ആരായിരിക്കും ആദ്യം അതിനെ തടുക്കുന്നത്? ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ജീവികൾ വന്നിട്ട് ഇവനോടായിട്ട് ഫൈറ്റ് ചെയ്ത് അവരും ചാകും, ആൻറ്റിബോഡീസും ചാകും. ഫൈറ്റിങ്ങിന്, പ്രതിരോധത്തിനൊരു സംവിധാനം അകത്തിറക്കിയിട്ടുണ്ട്. അവർക്കും അറിയില്ല അവരൊരു ലോകത്താണ് യുദ്ധം ചെയ്യണമെന്ന്. വേറൊരു ഏതോ ഒരു ജീവിയുടെ ഉള്ളിലാണ് യുദ്ധം നടക്കണമെന്ന് അവർക്ക് അറിയില്ല. ഓരോ കോശത്തിനും ജീവനുണ്ടെന്ന് അറിയാമല്ലോ. ആ കോശങ്ങൾക്കും അറിയില്ല ഇതൊരു ജീവിയുടെ പാർട്ടാണെന്ന്, അവർക്കും അറിയില്ല.
ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അതിനകത്ത്. അവരുടെ വിചാരം ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ജീവികളാണ്. ഈ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലാണ്ടായാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ കഴുത്ത് ആരെങ്കിലും വന്ന് വെട്ടിക്കളഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? അവർക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോ ഒരു പരസ്പര ബന്ധം അവിടെ ഇല്ല. പരസ്പര ബന്ധമുണ്ട്. അതായത് അവരുടെ എണ്ണം കുറഞ്ഞാൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അവർക്കും ജീവിക്കാൻ പറ്റില്ല. പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതാണ് ഞാൻ പറയുക, സൃഷ്ടിയുടെ ഓരോ അംശവും പരസ്പര ബന്ധിതമാണ്. ഇക്കോളജി അതാ പഠിപ്പിക്കുക. സൃഷ്ടിയുടെ ഓരോ അംശവും പരസ്പരം ബന്ധപ്പെട്ട് സ്വാധീനിച്ച് സഹകരിച്ച് സഹായിച്ചാണ് നിലനിൽക്കുക.